ഹൈന്ദവ സംഘടനകളുടെ നിർദ്ദേശപ്രകാരം സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിലക്കിയെന്ന രക്ഷിതാവിന്റെ പരാതിയിൽ ഇടപെട്ട് വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരം ആറ്റുകാൽ ചിന്മയ വിദ്യാലയത്തിൽ നാളെ ക്രിസ്മസ് ആഘോഷം നടത്താനാണ് തീരുമാനം. സംഭവം ഗൌരവത്തോടെ കാണുന്നുവെന്നും അംഗീകരിക്കാനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ചില സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പിരിച്ച തുക തിരികെ നൽകുകയും ചെയ്തു എന്ന വാർത്ത അതീവ ഗൗരവത്തോടുകൂടിയാണ് സർക്കാർ കാണുന്നത്. അതേസമയം മന്ത്രി ബോധപൂർവം വിവാദമുണ്ടാക്കുകയാണെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ നിലപാട്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, വലിയ വിവാദമായിരുന്നു സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം മാറ്റിയതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ മന്ത്രി ഇടപെട്ട് നാളെ ആഘോഷം നടത്തുമെന്ന് കുട്ടികളെ അറിയിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ പല സ്കൂളുകളിലും ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷം വിലക്കിക്കൊണ്ടുള്ള ഒരു രീതി, ഒരു കേട്ടുകേൾവിയില്ലാത്തൊരു രീതി പുറത്തേക്ക് വന്നതായി മന്ത്രി തന്നെയായിരുന്നു പ്രതികരിച്ചത്. അത്തരത്തിലുള്ള സ്വകാര്യ സ്കൂളുകളായിക്കോട്ടെ അല്ലാത്ത സ്കൂളുകളായിക്കോട്ടെ അങ്ങനെ ഈ ഒരു ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് കാലങ്ങളായി കേരളത്തിൽ പിന്തുടർന്ന് വരുന്നതും അത്ര മതനിരപേക്ഷതയുടെ ഒരു വലിയൊരു മുഖമുദ്രയായി കാണിക്കുന്ന അടക്കമുള്ള ഒരു കാര്യമാണ്. അത് വിലക്കിക്കൊണ്ടുള്ള യാതൊരുവിധ നടപടിയും അനുവദിക്കില്ല എന്നായിരുന്നു മന്ത്രിയുടെ തുടക്കം തന്നെയുള്ള ഒരു വിശദീകരണം. അത്തരത്തിലുള്ള ഒരു നടപടി സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നായിരുന്നു മന്ത്രി അടക്കം പറഞ്ഞത്. അതിനുശേഷമാണ് ഈ ഹൈന്ദവ സംഘടന അടക്കം ഈ ഒരു പ്രസ്താവനയുമായി വന്നത്. അതായത് ഇത്തരത്തിൽ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ എവിടെയും അങ്ങനെ ഒരു പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ ആ സ്കൂളുകളിലെ പേരടക്കം എവിടെയാണെന്നടക്കമുള്ള വിശദീകരണം നൽകണമെന്നായിരുന്നു ഹൈന്ദവ സംഘടന ആവശ്യം. അതിനുശേഷമാണ് മന്ത്രിക്ക് ഇത്തരത്തിലുള്ള നേരിട്ട് പരാതി ലഭിച്ചതും ഈ ഒരു ചിന്മയ സ്കൂളിലെ ഇങ്ങനെയൊരു ക്രിസ്മസ് ആഘോഷം വിലക്കിയ ഒരു നടപടി മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വരികയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിട്ടുള്ളത്. അതായത് നാളെ തന്നെ ക്രിസ്മസ് ആഘോഷം നടക്കും. വകുപ്പ് ഇടപെട്ടാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷം നടത്തുമെന്ന് അറിയിപ്പ് ലഭിച്ചത്. ഈ ഒരു രക്ഷിതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മന്ത്രിയുടെയും ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സ്കൂളിലെ പോലെ തന്നെ മറ്റ് ചില സ്കൂളുകളിലും ഇങ്ങനെയൊരു പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നതിനെ തുടക്കം മുതൽ തന്നെ മന്ത്രി പ്രതികരിച്ചിരുന്നു. അതിലും ഈ ഒരു ഇടപെടൽ ഉണ്ടാകും. പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോലും ഈ ഒരു ആഘോഷം മാറ്റിവെക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ നടപടിയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കർശന നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും എടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ചിന്മയ സ്കൂളിൽ നാളെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിസ്മസ് ആഘോഷവും മറ്റും നടക്കുന്നത്. ഇത്തരത്തിലുള്ള മറ്റ് സ്കൂളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പരാതികളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഈ ഒരു ഇടപെടൽ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി സാർ.